Meet the editors. സമസ്തയിലെ ഭിന്നിപ്പ് മൂർച്ഛിച്ചോ എന്നാണ് ചോദ്യം. EK വിഭാഗം സമസ്തയിലെ ഭിന്നിപ്പ് അല്ലേ? ഉണ്ണി ബാലകൃഷ്ണൻ, ഇതിൽ ഏറ്റവും ഒടുവിലിപ്പോൾ കള്ളന്മാർ എന്ന് വിളിച്ചുകൊണ്ട് ഒരു തർക്കമുണ്ടായി എന്നതാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. അതിലിപ്പോൾ ഇന്നലെ സമസ്ത ഇറക്കിയ ഔദ്യോഗിക വിശദീകരണക്കുറിപ്പിൽ അങ്ങനെ തർക്കങ്ങളൊന്നും ഉണ്ടായില്ല, ഇറങ്ങിപ്പോയില്ല ജിഫ്രി മുത്തുക്കോയ തങ്ങളെന്നൊക്കെയാണ് വിശദീകരിച്ചത്. പക്ഷേ ഇന്ന് രാവിലെ തന്നെ റിപ്പോർട്ടർ TVയോട് നദ്വി കാര്യങ്ങൾ വ്യക്തമായും പറഞ്ഞു. ഭിന്നിപ്പ് മൂർച്ഛിച്ചു. ഭിന്നിപ്പ് മൂർച്ഛിച്ചു എന്ന് മാത്രമല്ല, ഇതൊരു അസാധാരണമായ ഭിന്നിപ്പുമാണ്. ഈ ഭിന്നിപ്പ് വലിയ പ്രത്യാഘാതങ്ങൾ ആ സമുദായത്തിനുള്ളിൽ ഉണ്ടാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നോക്കൂ, നമ്മൾ കാണുന്നത് പോലെ സമസ്ത ഭിന്നിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഭിന്നിച്ചിരിക്കുന്നത്? ഒരു പക്ഷത്ത് ലീഗ് അനുകൂലികൾ ഉണ്ടായിരിക്കുന്നു, മറുവശത്ത് ലീഗിനെതിരായിട്ടുള്ളൊരു വിഭാഗം ഉണ്ടായിരിക്കുന്നു, അഥവാ കമ്മ്യൂണിസ്റ്റുകളോട് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരിക്കുന്നു. ഈ നിലയ്ക്കാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പ്രത്യക്ഷത്തിൽ അത് ശരിയുമാണ്. എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് ആഴമുള്ളൊരു ആശയ പ്രതിസന്ധി ആ സമുദായത്തിൽ രൂപപ്പെട്ടു വരുന്നതിൻ്റെ ചില പ്രതികരണങ്ങളും ചില പ്രതിഫലനങ്ങളുമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന, അഥവാ ഇപ്പോൾ പ്രത്യക്ഷമായിരിക്കുന്ന ഭിന്നിപ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം നമുക്കറിയാമല്ലോ, 2022 വഖഫ് ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട് പിണറായി സർക്കാർ ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നു. ആദ്യം അതൊരു ഓർഡിനൻസായി കൊണ്ടുവന്നു, പിന്നെ ഒരു ബില്ലായി കൊണ്ടുവന്നു. അത് നിയമസഭയിൽ ചർച്ചയ്ക്ക് വെച്ചു. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ അതിനെ ശക്തമായി എതിർത്തു. പിണറായി അതിനെയൊക്കെ ഖണ്ഡിച്ചു. ഒടുവിൽ എന്താ സംഭവിച്ചത്? ആ ബില്ല് പിൻവലിച്ചു. ആ ബില്ല് എങ്ങനെയാണ് പിൻവലിച്ചത്? വിവിധ മുസ്ലിം സംഘടനകളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ആ ബില്ല് പിൻവലിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അക്കാലത്ത് നമ്മൾ കേട്ടിരുന്ന ഒരു കാര്യം എന്താണ്? സമസ്തയുമായിട്ട് പിണറായി വിജയൻ വളരെ ഒരു അടുപ്പം സ്ഥാപിക്കുകയും ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കമുള്ള ആളുകളുമായി ചർച്ച നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ബില്ല് പിൻവലിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിയമസഭയിൽ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കൾ അതിശക്തമായി ഈ ബില്ലിനെ എതിർത്തിട്ട് കൂടിയും അതിനെയൊക്കെ ഖണ്ഡിച്ച പിണറായി വിജയൻ മുസ്ലിം സംഘടനകളുമായിട്ടുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ആ ബില്ല് പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി മുത്തുക്കോയ തങ്ങളും അഥവാ സമസ്തയുടെ നേതൃത്വവും പിണറായി വിജയനും തമ്മിലൊരു അടുപ്പമുണ്ടാകുന്നു എന്ന വാർത്തകളും പ്രചരിക്കുന്നു. അതായത് പിണറായി വിജയനും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന് പറയുന്ന സമസ്തയുടെ അധ്യക്ഷനും ഇടയിൽ ഒരു ഹോട്ട് ലൈൻ ബന്ധം രൂപപ്പെടുന്നു എന്നുള്ളതാണ് അക്കാലത്തൊക്കെ പ്രചരിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ പിണറായി വിജയൻ അതൊക്കെ ഉപയോഗിക്കാനും ശ്രമിച്ചിട്ടുണ്ട് രാഷ്ട്രീയമായി. എന്നാൽ എന്താ സംഭവിച്ചത്? ഈ സാധാരണഗതിയിൽ എന്താണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്? മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റാണ്, ഒരു രാഷ്ട്രീയ മുഖമാണ്. അതേസമയം സമസ്ത എന്ന് പറയുന്നത് അവരുടെ ഒരു ആത്മീയ സ്ഥാപനമാണ്, ആത്മീയ പ്രസ്ഥാനമാണ്. അപ്പോൾ അത് രണ്ടും രണ്ട് ഫംഗ്ഷനാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഒരിക്കൽ പോലും സമസ്ത നേരിട്ട് സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടേ ഇല്ല. ആ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അവസരങ്ങളിലും അതിൻ്റെ മീഡിയേഷൻ എന്ന് പറയുന്നത് ലീഗായിരുന്നു. ലീഗ് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകൾ നടക്കുകയും ചെയ്തത്. ആദ്യമായി ലീഗിൻ്റെ ആ ഒരു റെലവൻസ് അങ്ങ് പോവുകയാണ്. റെലവൻസ് പോകുന്നു എന്ന് മാത്രമല്ല, അത് ലീഗിന് വലിയ തിരിച്ചടിയാണ്. നേരിട്ട് സമസ്ത നേതൃത്വം സർക്കാരുമായി ചർച്ചയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നെ ലീഗിന് അതിൻ്റെ ഒരു പ്രസക്തി, അതിൻ്റെ ഒരു മീഡിയേഷൻ പ്രസക്തി ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ്. അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായിരുന്നു. സമസ്ത നേരിട്ട് കാര്യങ്ങൾ സർക്കാരുമായി ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ സമുദായത്തിൻ്റെ പിന്തുണ അത് ഉറപ്പിക്കുന്നു എന്ന് പറയുന്നത് സമസ്തയാണ്. അപ്പോൾ ആ സമസ്ത നേരിട്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ലീഗിനൊരു ക്ഷീണമാണ്. ആ അർത്ഥത്തിലാണ് ആദ്യമായ ഭിന്നിപ്പ് യഥാർത്ഥത്തിൽ ശക്തമായി തുടങ്ങുന്നത്, പ്രത്യക്ഷമായി തുടങ്ങുന്നത്. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു 10 പതിറ്റാണ്ട് മുമ്പ് സമസ്ത അതിൻ്റെ ഒരു മുഖപത്രം ഇറക്കി, അല്ലേ? സുപ്രഭാതം 10 വർഷമായല്ലോ. നമ്മളിപ്പോൾ ഏറ്റവും അവസാനം ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ വിവാദമായിട്ടുള്ള പരസ്യം വന്നത് സുപ്രഭാതം ദിനപത്രത്തിലല്ലേ? സുപ്രഭാതം 10 വർഷം മുമ്പ് എന്തിനാണ് സമസ്ത ആരംഭിച്ചത്? സമസ്തയ്ക്ക് ഈ പത്രത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു? യഥാർത്ഥത്തിൽ ലീഗിന് പത്രമുണ്ടല്ലോ. ചന്ദ്രിക എന്ന് പറഞ്ഞ പത്രമുണ്ടായിരുന്ന സമയത്താണ് സമസ്ത ഈ പറയുന്ന ലീഗിൻ്റെ പോഷക സംഘടന എന്ന സ്വഭാവത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു മുഖപത്രം ഇറക്കുന്നത്. അതിന് സമസ്തയെ പ്രേരിപ്പിച്ച ഘടകമെന്ന് പറയുന്നത് ചന്ദ്രിക റെപ്രസെൻ്റ് ചെയ്യുന്ന അപ്പുറത്താണ് സമസ്തയുടെ ചില ആശയങ്ങളെന്നും ആ ആശയങ്ങൾ അവരുടെ സമുദായത്തിനുള്ളിൽ പ്രചരിപ്പിക്കണമെങ്കിൽ അവർക്ക് അവരുടേതായൊരു മുഖപത്രം വേണമെന്നും തീരുമാനിച്ചു. അപ്പോൾ ആ ആശയവൈരുദ്ധ്യം എങ്ങനെയാണ് ഉണ്ടായത്? ആ ആശയവൈരുദ്ധ്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ലീഗിനകത്ത് രൂപപ്പെട്ടു വരുന്ന മുജാഹിദീൻ ജമാഅത്ത് വിഭാഗങ്ങളുടെ സ്വാധീനവുമായി ബന്ധപ്പെട്ടാണ്. ആ സ്വാധീനവുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കം വരുന്നത്. ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇന്നലെ ഇറങ്ങിയ വാർത്താക്കുറിപ്പ്. ആ വാർത്താക്കുറിപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം, നിർണായകമായൊരു തീരുമാനം സമസ്ത പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? CIC-യുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു എന്നാണ്, അല്ലേ? CIC എന്ന് പറഞ്ഞാൽ എന്താ? കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് എന്നാണ് പറയുന്നത്. ഈ കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മതഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. എന്താണ് ഈ മതഭൗതിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്? മതം പഠിപ്പിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഭൗതിക വിദ്യാഭ്യാസം നേടാം. BA പഠിക്കാം, BSc പഠിക്കാം, MA പഠിക്കാം, അങ്ങനെ റിസർച്ച് ചെയ്യാം, ഡോക്ടറേറ്റ് എടുക്കാം. അങ്ങനെ അത്തരം ഇസ്ലാമിക് കോളേജുകളിലൂടെ ഈ ഡിഗ്രിയും പോസ്റ്റ്
പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ എടുത്തിട്ടുള്ള ആളുകൾ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്, സമൂഹത്തിലെ പ്രധാന പദവികളിൽ ഇരിക്കുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം മതം കൂടി പഠിപ്പിക്കുന്നുണ്ട് അവർ. പക്ഷേ ആ പഠിപ്പിക്കുന്ന മതം എന്ന് പറയുന്നത് മുജാഹിദീൻ ആശയങ്ങളാണ് എന്നൊരു ഭിന്നിപ്പ് രൂപപ്പെട്ടു. ഈ CIC-യുടെ നേതൃത്വത്തിൽ ആരാളെന്ന് അറിയാമോ? CIC-യുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്, അതായത് മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ. അതിനകത്ത് ഉപദേശക സമിതിയിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ആലിക്കുട്ടി മുസ്ലിയാരും. ഇവർ രണ്ടും സമസ്തയുടെ പ്രതിനിധികളാണ്. ഇവരുടെയൊക്കെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പറയുന്ന CIC ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ മതവിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ചില ആശങ്കകൾ, ആശയപരമായ വിയോജിപ്പുകൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളും ആലിക്കുട്ടി മുസ്ലിയാരും ഈ ഉപദേശക സമിതിയിൽ ഉന്നയിച്ചു. ഈ പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ ഞങ്ങൾ ഈ CIC-യുമായി സഹകരിക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് അതിൻ്റെ ജനറൽ സെക്രട്ടറിയെ മാറ്റി. പിന്നീട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ അതിൻ്റെ അധ്യക്ഷനായി തുടരുകയും ചെയ്തു. എന്നാൽ വീണ്ടും അദ്ദേഹത്തെ തന്നെ തിരിച്ചു കൊണ്ടുവന്നു. അതോടുകൂടി ഇവരെന്ത് ചെയ്തു? ഇവർ രാജിവെച്ച് തിരിച്ചുപോയി. എന്താ വിയോജിപ്പ് എന്ന് പറയുന്നത്? മുജാഹിദീൻ ജമാഅത്ത് വിശ്വാസങ്ങൾ എന്താണ് പറയുന്നത്? ആദ്യത്തെ ഒരു 3 നൂറ്റാണ്ട് കാലം മുസ്ലിം എന്ന് പറയുന്ന ഇസ്ലാമിസം എന്ന് പറയുന്നത് ശുദ്ധമായിരുന്നു. എന്നാൽ അവർ വിവിധ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രചാരണത്തിനായി പോയപ്പോൾ ഈ തദ്ദേശീയ സംസ്കാരവുമായിട്ട് അത് ഇടകലർന്നു. അങ്ങനെ ഇസ്ലാം എന്ന് പറയുന്നത് അശുദ്ധമായി. അതുകൊണ്ട് ആ ഇസ്ലാമിനെ ശുദ്ധീകരിച്ച് പഴയ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്ന ആശയത്തെ മുന്നോട്ട് വെക്കുന്നവരാണ് ഈ മുജാഹിദുകളും അതുപോലെ തന്നെ ജമാഅത്തുകളും ഒക്കെ. അതായത് ശുദ്ധ ഇസ്ലാം വാദം എന്ന് പറയുന്നൊരു വാദമാണ്. അതേസമയം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വിഭാഗമാണ് ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളൊക്കെ പറയുന്നത് തദ്ദേശീയ സംസ്കാരവുമായി ചേർന്നിട്ട് ഇടകലർന്നിട്ടുള്ളൊരു മുസ്ലിം ആശയത്തെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പം ചന്ദനക്കുടം പോലുള്ള ആഘോഷങ്ങളെ ഈ മുജാഹിദീൻ വിഭാഗം എതിർക്കുകയാണ്, നബിദിൻ ആഘോഷത്തെ മുജാഹിദീൻ വിഭാഗം എതിർക്കുകയാണ്, അതുപോലെ ദർഗകളെ മുജാഹിദീൻ വിഭാഗം എതിർക്കുകയാണ്. എന്നുവെച്ചാൽ കഠിനമായ പുനരുത്ഥാനവാദം, മത പുനരുത്ഥാനവാദമാണ് ആ വിഭാഗം ഉന്നയിക്കുന്നത്. ആ ആശയങ്ങളിലേക്ക് ലീഗ് പോകുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ സമസ്തയും ലീഗുമായിട്ടുള്ള വിയോജിപ്പിൻ്റെ പ്രശ്നം. ഇപ്പം സാദിഖ് അലി തങ്ങൾ എങ്ങനെ അദ്ദേഹത്തെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നറിയാമോ? മുജാഹിദീനുകളെ ഒപ്പം നിർത്തുക, ജമാഅത്തിനെ ഒപ്പം നിർത്തുക, അത്തരത്തിലുള്ള എല്ലാ വിഭാഗങ്ങളെയും ഒപ്പം നിർത്തിക്കൊണ്ട് സംഘപരിവാർ എന്ന് പറയുന്ന ഒരു ഭീഷണിയുണ്ട്. ആ ഭീഷണിക്കെതിരായിട്ട് മുസ്ലിം സമുദായത്തെ, അതിൽ വിവിധ വിഭാഗങ്ങളായിക്കോട്ടെ, ആ വിഭാഗങ്ങളെല്ലാം ഒന്നിച്ചു കൊണ്ടുവന്നുകൊണ്ട് അതിൻ്റെ ഒരു നേതൃസ്ഥാനത്ത് തങ്ങളെ പ്രതിഷ്ഠിക്കാനാണ് സാദിഖ് അലി തങ്ങൾ ശ്രമിക്കുന്നത്. അവിടെയാണ് സമസ്തയുടെ വിയോജിപ്പ് വരുന്നത്. സമസ്ത എന്താ പറയുന്നത് അറിയോ? ഇന്ത്യ മുന്നണിയുടെ സ്വഭാവം എന്താ? ഇന്ത്യ മുന്നണിയും സംഘപരിവാറിന് എതിരായിട്ട് തന്നെയാണ് രാഷ്ട്രീയമായ നിലപാടെടുക്കുന്നത്. അതിൻ്റെ അർത്ഥം കോൺഗ്രസും CPM ഒന്നാണെന്നാണോ? അല്ലെങ്കിൽ CPM-ഉം സമാജ്വാദി പാർട്ടിയും ഒന്നാണെന്നാണോ? അല്ല, അവർ ആശയപരമായി ഭിന്നിച്ച് നിൽക്കുമ്പോൾ പോലും പൊതുശത്രുവിനെതിരായിട്ട് രാഷ്ട്രീയമായൊരു നിലപാടെടുക്കുന്നു എന്നതുപോലെ മുസ്ലിം സമുദായത്തിനകത്ത് വിവിധ ആശയങ്ങൾ, പുനരുത്ഥാനാശയങ്ങൾ വരുന്നുണ്ട്, പിന്തിരിപ്പനായ ആശയങ്ങൾ വരുന്നുണ്ട്, പ്രോഗ്രസീവായ ആശയങ്ങൾ വരുന്നുണ്ട്. ഈ ആശയങ്ങളൊക്കെ വേറിട്ട് തന്നെ നിൽക്കണം. അതിനെയൊക്കെ യോജിപ്പിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ ഫണ്ടമെന്റലിസ്റ്റിലേക്കാണ് പോവുക എന്നുള്ള വളരെ പ്രോഗ്രസീവായ നിലപാടാണ് സമസ്തയിലൊരു വിഭാഗം എടുത്തിരിക്കുന്നത്. അതാണ് പിണറായി വിജയൻ പറയുന്ന ഈ അടുത്ത കാലത്ത് പിണറായി വിജയൻ്റെ പ്രസ്താവനയുണ്ടല്ലോ, ജമാഅത്ത് പിടിമുറക്കുന്നു ലീഗിൽ, മുജാഹിദീൻ പിടിമുറക്കുന്നു ലീഗിൽ. ജമാഅത്തിൻ്റെ ഐഡിയോളോഗുകളാണ് ഇപ്പോൾ ലീഗിൻ്റെ പല പരിപാടികളും തീരുമാനിക്കുന്നത്, അവരതിന് കീഴ്പ്പെട്ടു പോകുന്നു എന്ന് മാത്രമല്ല, സാദിഖ് അലി തങ്ങൾ ഈ മുജാഹിദീൻ പരിപാടിയിലും അതുപോലെ തന്നെ ജമാഅത്ത് പരിപാടിയിലൊക്കെ പോകുന്നുണ്ടെന്നേ, അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനകത്തൊക്കെ സമസ്തയ്ക്ക് വളരെ ശക്തമായ എതിർപ്പുകളുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും തമ്മിലുള്ളൊരു ഭിന്നിപ്പായിട്ടല്ല ഇതിനെ മനസ്സിലാക്കേണ്ടത്, മറിച്ച് മുസ്ലിം ഫണ്ടമെന്റലിസവും മുസ്ലിം പ്രോഗ്രസീവിസവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായി നമ്മൾ ഇതിനെ കാണണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് കേവലം പ്രത്യക്ഷത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അനുകൂലിക്കണോ കോൺഗ്രസിനെ അനുകൂലിക്കണോ എന്ന നിലയ്ക്ക് സമസ്തയിൽ ഒരു ഭിന്നിപ്പുണ്ടായിരിക്കുകയല്ല, മറിച്ച് ഇസ്ലാമിക ഫണ്ടമെന്റലിസത്തിനെതിരായിട്ടൊരു വിഭാഗം ശക്തമായ നിലപാടെടുക്കുന്നു, ഇസ്ലാമിക ഫണ്ടമെന്റലിസം അവർക്കെതിരെയും നിലപാടെടുക്കുന്നു. ആ അർത്ഥത്തിലാണ് ഈ ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഇവിടെ ലീഗാണ് ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടത്. ലീഗ് ഈ പറയുന്ന എല്ലാ ആളുകളെയും കൂടി കൂട്ടിയോജിപ്പിച്ച് പോകേണ്ട ഒരു പ്രസ്ഥാനമാണോ? മറിച്ച് ലീഗിനെ നമ്മൾ കണ്ടിട്ടുള്ളത് മതേതരമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്കാണ്. ആ മതേതര രാഷ്ട്രീയത്തെ മുന്നോട്ട് വയ്ക്കുന്ന രീതിയിലാണോ ലീഗ് നിലപാടെടുക്കേണ്ടത്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ലീഗിനെ പിടിച്ച് കെട്ടാൻ ശ്രമിക്കുന്ന ഈ പറയുന്ന മുജാഹിദീൻ ശക്തികൾ, ജമാഅത്ത് ശക്തികൾ, ഇത്തരത്തിലുള്ള സലഫിസം, ഈ പറയുന്ന വഹാബിസം എന്നൊക്കെ പറയുന്ന അത്തരം കാര്യങ്ങളിൽ ലീഗ് കീഴ്പ്പെട്ടു പോവുകയാണെങ്കിൽ ലീഗിനൊരു മതേതര മുഖം നഷ്ടമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത്തരം ആശങ്കകൾ ആ സമുദായത്തിനുള്ളിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്, അത്തരം പ്രവണതകൾ രൂപപ്പെട്ടു വരുന്നുണ്ട്. അതുതന്നെയാണ് അടിസ്ഥാനപരമായി ഏറ്റുമുട്ടലിൻ്റെ കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ സമസ്തയിലെ ഭിന്നിപ്പിനെ അത്ര ലളിതമായി കാണുന്നില്ല. സമസ്തയിൽ ഇതേ വിഷയം നേരത്തെ ഉന്നയിച്ചുകൊണ്ടാണ് 89-ൽ കാന്തപുരം വിട്ടുപോകുന്നത്, ലീഗിൽ നിന്ന് വിട്ടുപോകുന്നത്, സമസ്തയിൽ നിന്ന് വിട്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ അതിൻ്റെ ഒരു തുടർച്ചയിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഭിന്നിപ്പിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നറിയാമോ? സംഘപരിവാർ അപ്പുറത്ത് ശക്തമായിരിക്കുന്നു എന്നുള്ളതാണ്. സംഘപരിവാർ അപ്പുറത്ത് ശക്തമായിരിക്കുമ്പോൾ ഇപ്പുറത്ത് ഇസ്ലാമിക തീവ്രവാദത്തോട് കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിൽ ലീഗ് മാറിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാനുള്ളൊരു ശ്രമം സമസ്തയിലൊരു വിഭാഗം നടത്തുന്നു എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. അതിന് അതിൻ്റേതായ പുരോഗമനപരമായൊരു എന്താ പറയുക, അതിൻ്റെ ഒരു പുരോഗമനമായ കാൽവയ്പായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അതുകൊണ്ട് ലീഗ് ഇക്കാര്യത്തിൽ ആഭ്യന്തരമായി ചില കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ഇത്തരത്തിൽ മത പുനരുത്ഥാനത്തെക്കുറിച്ചും ശുദ്ധമതവാദത്തെക്കുറിച്ചുമൊക്കെയുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരുമായി കൈകോർക്കണോ, അവരെ കക്ഷത്ത് വെച്ചുകൊണ്ട് ഒരു വലിയ
ശക്തിയായി മാറിക്കളയാം എന്നൊക്കെയുള്ള വ്യാമോഹങ്ങളിൽ പെട്ട് നിൽക്കേണ്ട ഒരു പാർട്ടിയല്ല മുസ്ലിം ലീഗ്. അതൊരു മതേതര പാർട്ടിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ മുസ്ലിം ലീഗിനകത്തൊരു ആഭ്യന്തര ചർച്ച സജീവമാകേണ്ടതുണ്ട്. ആ ചർച്ചയ്ക്ക് സമസ്തയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ തർക്കങ്ങൾ വഴിവെക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് സമസ്തയിലെ ഈ ഭിന്നിപ്പ് ദൂരവ്യാപകമായ ഫലങ്ങളും അതുപോലെ തന്നെ ഉടനടിയുള്ള പ്രത്യാഘാതങ്ങളും കേരള രാഷ്ട്രീയത്തിലും മുസ്ലിം രാഷ്ട്രീയത്തിലും ഉണ്ടാക്കും എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. ഭിന്നിപ്പ് മൂർച്ഛിച്ചു എന്നാണ് ചോദ്യം. സ്മൃതി, വിമർശിച്ചിട്ടുണ്ട്. ഈ സമസ്ത എന്ന് വെച്ചാൽ മതപണ്ഡിതരുടെ സഭയാണല്ലോ. അത് CPM പൊളിറ്റ് ബ്യൂറോ പോലെ തന്നെ അത്രയും പ്രധാനപ്പെട്ട എന്താ പറയുക, സമസ്തയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മുഷാവറയാണ് നടന്നിരുന്നത്. ആ മുഷാവറ എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ മാത്രം പങ്കെടുക്കുന്നത്. അതിലിപ്പോൾ 10-35 പേരാണ് ബാക്കിയുള്ളതെന്ന് തോന്നുന്നു. 40 പേര് നേരത്തെ ഉണ്ടായിരുന്നു, കുറേ പേരൊക്കെ മരിച്ചുപോയി എന്നാണ് കേട്ടത്. അപ്പോൾ ഈ മതപണ്ഡിതരുടെ യോഗമാണ്, അതിനകത്ത് മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന യോഗം. ആ യോഗത്തിൽ പക്ഷേ കുറച്ചു കാലമായി സമസ്തയിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന വിവാദങ്ങൾ ചർച്ച ചെയ്യാനുള്ള മുഷാവറയായിരുന്നു. ആ മുഷാവറയിലാണ് നേരത്തെ ഉമർ ഫൈസി മുക്കം പുറത്ത് പ്രസംഗങ്ങൾ, എടവണ്ണപ്പാറയിൽ നടത്തിയ പ്രസംഗം, ആ പ്രസംഗം സാദിഖ് അലി തങ്ങൾക്കെതിരെയായിരുന്നു. ആ പ്രസംഗം എന്ന് പറയുന്നത് സാദിഖ് അലി തങ്ങൾക്ക് പാണ്ഡിത്യമില്ല, ഖാസിയാകാനുള്ള പാണ്ഡിത്യമില്ല എന്നുള്ള പ്രസംഗം നടത്തി. അതങ്ങനെ പലയിടത്തായി ഇങ്ങനെ പരസ്യമായി പറയുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിന്മേലൊരു വിശദീകരണം തേടിയിരുന്നു. അപ്പോൾ അത് ചർച്ചയ്ക്ക് വയ്ക്കുന്നു എന്നുള്ള തീരുമാനം വന്നു. അത് ഈ മുഷാവറയുടെ അവസാന ഭാഗത്ത് ചർച്ച ചെയ്യാം എന്നുള്ള കാര്യത്തിൽ തീരുമാനത്തിലെത്തുന്നു. മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നു, ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഈ വിവാദത്തിൽ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഉമർ ഫൈസി മുക്കം ആ സമയത്ത് ഇരിക്കേണ്ട യോഗത്തിൽ എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം ആ സമയത്താണ്, പിന്നീട് ആ സമയത്ത് അദ്ദേഹം പോകാതിരുന്നപ്പോഴാണ് ബഹാവുദ്ദീൻ നദ്വി അത് ഓർമ്മിപ്പിച്ചത്. അത് ഓർമ്മിപ്പിക്കുമ്പോൾ അദ്ദേഹം അപ്പോഴാണ് പറയുന്നത്, നിങ്ങളെപ്പോലുള്ള കള്ളന്മാർ പറയുന്നത് കേൾക്കേണ്ടതില്ലല്ലോ. അപ്പോഴാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അത് തനിക്ക് കൂടി ഏറ്റ അപമാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത്. ആ ഒരു ഹാളിലാണ്, അതിനപ്പുറത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ മുറിയുണ്ട്. അദ്ദേഹത്തിൻ്റെ മുറിയിലേക്കാണ് പോയത്. അപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന വാർത്താക്കുറിപ്പ് പ്രകാരം ഇറങ്ങിപ്പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ സാങ്കേതികമായി ശരിയാണ്, ആ സ്ഥലത്തുനിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഉമർ ഫൈസി മുക്കമൊക്കെ ഒരു ഘട്ടത്തിൽ ഒരുമിച്ചാണ് നിന്നിരുന്നത്. അതായത് ലീഗിൽ വന്നിരിക്കുന്ന ചില കാര്യങ്ങൾ, ലീഗിൽ PMA സലാമിന് കിട്ടുന്ന ഒരു പ്രാധാന്യം, മുജാഹിദിനായി PMA സലാമിന് കിട്ടുന്ന ഒരു പ്രാധാന്യം, PMA സലാം പലപ്പോഴും നടത്തിയ പരസ്യ പ്രതികരണങ്ങൾ, ആ പ്രതികരണങ്ങൾ നമുക്കറിയാലോ. ഒരു ഘട്ടത്തിൽ CPM-മായി അടുത്ത ഘട്ടത്തിൽ പറഞ്ഞിരുന്നു, ഈ മുഖ്യമന്ത്രിയുമായി ഫോൺ വിളിച്ച് കാര്യങ്ങൾ നടപ്പാക്കുന്നവരുണ്ടല്ലോ സമസ്തയിൽ എന്നടക്കമുള്ള പരസ്യ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അതൊരു തരത്തിൽ സത്യമായിരുന്നതിനും പിന്നീട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കത് വിശദീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. പല കാര്യങ്ങൾക്കും സർക്കാരുമായി പല കാര്യങ്ങൾ നേടിയെടുക്കേണ്ടി വരും, അതിനായി എല്ലാ സർക്കാരുകളുമായും ബന്ധമുണ്ടാക്കാറുണ്ട് എന്നാണെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വിശദീകരിച്ചത്. നമുക്ക് അറിയാവുന്നതാണ് ഈ വഖഫ് PSC നിയമനവുമായി ബന്ധപ്പെട്ട കാര്യം നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചു. അതുപോലെ തന്നെയാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം സർക്കാരിൻ്റെ ഒരു വലിയ വിപ്ലവകരമായ പദ്ധതിയായിട്ട് നടപ്പാക്കാനിരുന്ന കാര്യം കേരളത്തിലെ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് അത് പാടില്ല എന്ന രൂപത്തിലേക്ക് അവർ വരുന്നു. പെൺകുട്ടികളെ സംബന്ധിച്ച് ഭയങ്കര ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമായിരുന്നു യൂണിഫോമിൻ്റെ കാര്യത്തിൽ, ജെൻഡർ ന്യൂട്രൽ യൂണിഫോം. അത് വലിയ കേരളത്തിൽ ചർച്ചയായ കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ സർക്കാർ അങ്ങനെ ഒരു പുരോഗമനപരമായ ആശയം കൊണ്ടുവരുന്നു, അത് നടപ്പാക്കാൻ പോകുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നു. അപ്പോഴാണ് അതിന് എതിർപ്പുമായി വരുന്നത്. അത് പിന്നീട് അതത് സ്കൂളുകൾക്ക് തീരുമാനിക്കാമെന്നുള്ള ഒരു പ്രതികരണത്തിലേക്ക് വിദ്യാഭ്യാസ മന്ത്രിക്ക് വരേണ്ട സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ആ ഒരു സമ്മർദ്ദം എവിടെ നിന്നാണ് വന്നത്? സമസ്തയിൽ നിന്നാണ് വന്നത്. അപ്പോൾ സമസ്തയ്ക്ക് ആ കാര്യങ്ങൾ നടപ്പാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതായത് അവരുടെ പിന്നാക്ക നിലപാട് സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ പിന്നാക്ക നിലപാട് എൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഉണ്ണി ബാലകൃഷ്ണൻ മനസ്സിലാക്കിയ രീതിയിലല്ല ഞാൻ ഈ ഇസ്ലാമിക് കോളേജ് CAC-യുടെ വിഷയത്തെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ അറിഞ്ഞിടത്തോളം ഈ അവിടെ ഉണ്ടായിരുന്ന ഹക്കീം ഫൈസി അതിർശ്ശേരി അദ്ദേഹത്തിനായിരുന്നുള്ള ചുമതല. അദ്ദേഹം അതിൻ്റെ ചുമതലക്കാരനിരുന്ന സമയത്ത് അവിടെ പെൺകുട്ടികൾ, അതാണ് ആ സമയത്ത് വിവാദമായത്, പെൺകുട്ടികൾക്ക് ഇവിടെ വിദ്യാഭ്യാസം നടത്തുന്ന സമയത്ത് വിവാഹം വേണ്ട, വിവാഹം പഠനം ശേഷം മതി. കാരണം പലപ്പോഴായി അവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ പഠനം പാതി വഴിക്ക് നിർത്തിപ്പോകുന്നു, കൊഴിഞ്ഞു പോക്കുണ്ടാകുന്നു. അപ്പോൾ അതിൽ ഒരു തീരുമാനമെടുത്തു, അതിനുശേഷം മതി വിവാഹം എന്നുള്ള തീരുമാനം. അതാണ് വലിയ രീതിയിൽ ചൊടിപ്പിക്കുകയും അദ്ദേഹത്തിനെ പുറത്താക്കലിലേക്ക് ഉള്ള തീരുമാനത്തിലേക്കൊക്കെ എത്തിച്ചത്. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച മറ്റ് വിഷയങ്ങൾ അതിൽ അകത്ത് കിടക്കുന്നുണ്ടാകും. പക്ഷേ 9 ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. 9 ആവശ്യങ്ങൾ നടപ്പാക്കിയിട്ടില്ല. അതാണ് CAC ആയിട്ടുള്ള എതിർപ്പ്. ഓക്കെ, അപ്പോൾ ഈ പുരോഗമനപരമായ കാര്യങ്ങളാണ് അദ്ദേഹം നടപ്പാക്കിയത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി വേണം എന്നുള്ള നിലപാട് സാദിഖ് അലി തങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തിന് വീണ്ടും ആ സ്ഥാനം ലഭിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു വെല്ലുവിളിയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-മായി യോജിപ്പിലെത്തി, അല്ലെങ്കിൽ CPM-ന് വേണ്ടിയിട്ടൊരു സ്ഥാനാർത്ഥിയെ ഇറക്കുന്നു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഹംസയാണ് ജയിക്കുന്നതെങ്കിൽ ചിത്രം മാറുമായിരുന്നു.
ലീഗിന് എല്ലാ തരത്തിലും വോയിസ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, പൊന്നാനി ഇതുവരെ കാണുന്നതിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ സംവിധാനം അവിടെ വിജയിക്കുകയാണ് കണ്ടത്. അപ്പോൾ ലീഗിന് ആത്മവിശ്വാസം കൂടി. ആ ആത്മവിശ്വാസത്തിന് പിന്നാലെയാണ് ഹക്കീം ഫൈസിയെ അതേ സ്ഥാനത്തേക്ക് തന്നെ കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നത്. അതൊക്കെ തന്നെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു പ്രശ്നം ഉയർന്നു. ആ പ്രശ്നം ഉയർന്ന പിന്നീട് ഉമർ ഫൈസി അതിലപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മറ്റു മതങ്ങളെ അപഹസിക്കുന്ന രീതിയിലുള്ള പ്രസംഗം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതും പുറത്ത് വിവാദമായിട്ടുണ്ട്. അത് വാർത്തകൾ കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ തീവ്രമായിട്ടുള്ള പ്രതികരണമാണത്. മറ്റ് വർഗീയ നിലപാടുള്ളവർ എടുത്ത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ളത് കൂടിയാണ്. അപ്പോൾ അത് സമസ്തയുടെ നിലപാടല്ല, അങ്ങനെ ഒരു നിലപാട് ലീഗിനില്ല എന്ന് ആവർത്തിച്ച് പറയേണ്ടി വന്നു. അപ്പോൾ തീവ്ര നിലപാടുള്ളവർ ലീഗിനകത്തും ചില സമയത്ത് വേറെ രൂപത്തിൽ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ മുനമ്പം വിഷയത്തിലടക്കം അതുണ്ടായിട്ടുണ്ട്. ഇന്നത്തെ ലീഗിലെ യോഗത്തിൽ അങ്ങനെ പ്രതികരിക്കുന്നവർക്ക് താക്കീത് നൽകിയിരിക്കുന്നു, ഇനി അങ്ങനെയുള്ള പ്രതികരണത്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ മുസ്ലിം വിഭാഗത്തിലെ എല്ലാവരെയും, സുന്നികൾ മാത്രം പോരാ, എല്ലാവരും ചേർന്നുള്ള ആകണം ലീഗ് എന്നുള്ള ഒരു ആശയത്തിലേക്ക് പോകുന്നത്. അതായത് മുജാഹിദിൻ്റെതായ ഡ്രോബാക്സ് ഉണ്ടാകും, അവരുടെ വിചാരധാരയിൽ ചില പിന്നാക്കാവസ്ഥയാണ് എന്ന് നമുക്ക് വിമർശിക്കാവുന്ന കാര്യങ്ങളുണ്ടാകാം, സുന്നിയിലും ഉണ്ടാകാം. അപ്പോൾ ഇതൊക്കെ എല്ലാവരെയും ചേർത്തുകൊണ്ട് കൊണ്ടുവരിക എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ച് പ്രധാനമാണ്. അപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ മുസ്ലിം വിഭാഗത്തിനെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി കൂടിയാണല്ലോ. പക്ഷേ സമസ്ത ഒരു രാഷ്ട്രീയ വിഭാഗമല്ല. അപ്പോൾ രാഷ്ട്രീയം കളിക്കാൻ സമസ്ത പോകേണ്ടതില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ്. ഇപ്പോൾ സുപ്രഭാതത്തിൽ വന്ന പരസ്യം അടക്കം വലിയ രൂപത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് അടക്കം ചർച്ച ചെയ്യാനുള്ള മുഷാവറയായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഉമർ ഫൈസിയും ഒരുമിച്ചാണ് എന്നുള്ള അവസ്ഥ മാറിയിരിക്കുന്നു. കാരണം ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബോധ്യം വന്നിരിക്കുന്നു, രാഷ്ട്രീയമല്ല, അതിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് വന്നിരിക്കുന്നു. അതായത് ലീഗിനെ വിട്ടുകൊണ്ടുള്ളൊരു സമസ്തയ്ക്ക് നിലനിൽപ്പില്ല എന്നൊരു ബോധ്യം അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ആ കാര്യത്തിലൊരു ചർച്ചയും ഈ കാര്യത്തിൽ ഈ വിമർശനവും ചർച്ച ചെയ്യണമെന്നുള്ള വിഷയത്തിലേക്ക് എത്തിയത്. പക്ഷേ ഉമർ ഫൈസി മുക്കം നോക്കൂ, ഇപ്പോൾ ഇനി എറണാകുളത്ത് സമ്മേളനങ്ങൾ നടത്താനിരിക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് സമസ്തയുമായി ബന്ധപ്പെട്ട ഇതിനകത്ത് കുറച്ച് ആളുകൾക്കൊക്കെ സ്വാധീനമുണ്ടാകും ഉമർ ഫൈസിൽ. പക്ഷെ അതല്ലാതെ ജനങ്ങളിലേക്ക് ഇറങ്ങിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനോ ജനങ്ങളിലേക്കുള്ള സ്വാധീനം എന്ന നിലയ്ക്കൊന്നും ഉമർ ഫൈസിക്ക് അങ്ങനെ ഒരു സ്വാധീനമില്ല. അപ്പോൾ സമ്മേളനം നടത്തിയൊരു വെല്ലുവിളി നടത്തിക്കൊണ്ട് അത് CPM-ന് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാക്കാനൊക്കെ ഉമർ ഫൈസി ശ്രമിച്ചാൽ അത് എത്രത്തോളം CPM ഇനി ഉൾക്കൊള്ളുമെന്നുള്ളൊരു വിഷയം കൂടിയുണ്ട്. കാരണം CPM ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ നിലപാട് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലേ? ന്യൂനപക്ഷ സംരക്ഷകരായി നിന്നിരുന്നു CPM. പക്ഷേ ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ ഭയക്കേണ്ടതാണ് എന്ന് പറയുകയും ന്യൂനപക്ഷത്തിൻ്റെ രക്ഷകർ എന്നുള്ള ഒരു വാദം തന്നെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഇപ്പോൾ ഭൂരിപക്ഷ വിഭാഗത്തിൻ്റെ പാർട്ടിയാണ് CPM എന്ന് തെളിയിക്കാനുള്ള ആ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് MP ഗോവിന്ദൻ്റെ ഭാഗത്തുനിന്നായും തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴായാലും ഇന്ന് പോലും പാലക്കാട് SDP-യുടെ എത്ര വോട്ടുകൾ കിട്ടിയിരിക്കുന്നു കോൺഗ്രസിന് ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ തരത്തിൽ ഇത് കേൾക്കുന്ന മുസ്ലിം ന്യൂനപക്ഷത്തിന് എല്ലാവരെയും ഒരു വട്ടത്തിലാക്കുകയാണോ CPM എന്നുള്ള സംശയം കൂടി വരുന്നുണ്ട്. അവിടെയാണ് ഉമർ ഫൈസി ഇപ്പോൾ രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങുന്നത്. തികഞ്ഞ പരാജയമായിരിക്കുമെന്ന് മാത്രമല്ല, ലീഗ് ശക്തിപ്പെട്ടിരിക്കുന്നു സമസ്തയിൽ എന്നുള്ളതാണ്. ലീഗ് ഇക്കാര്യത്തിൽ ഉമർ ഫൈസി മുക്കത്തിനെതിരെ നടപടി വേണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ മുഷാവറയിൽ നിന്ന് പുറത്താക്കൽ എന്നൊരു കാര്യമില്ല, മരണത്തോടു കൂടി മുഷാവറയിൽ നിന്ന് പോവുക മാത്രമേ ഉള്ളൂ. അപ്പോൾ മുഷാവറയിൽ സെക്രട്ടറി സ്ഥാനം സമസ്തയിലെ സെക്രട്ടറി സ്ഥാനം അത് ഉമർ ഫൈസി മുക്കത്തിന് ഇനി മാറാനുള്ള സാധ്യതയാണ് നിൽക്കുന്നത്. ആ തരത്തിൽ അദ്ദേഹം ഒറ്റപ്പെടുന്നുണ്ട്. കാരണം ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഭിന്നിപ്പ് രണ്ട് തലത്തിലാണ് എന്നതാണ് എൻ്റെ നിലപാട്. ഒന്ന് രാഷ്ട്രീയമായും മറ്റൊന്ന് ആശയപരമായും. രാഷ്ട്രീയമായിട്ടുള്ള ഭിന്നിപ്പ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ 1989 കാന്തപുരം വിഭാഗം AP വിഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ഇടതുപക്ഷവുമായിട്ട് ഏറെക്കുറെ സഹകരിച്ച് മുന്നോട്ട് പോവുകയും പിന്തുണ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ EK വിഭാഗത്തെ ഒപ്പം നിർത്താൻ എല്ലാ കാലഘട്ടങ്ങളിലും ലീഗ് കൃത്യമായി ശ്രമിച്ചിട്ടുണ്ട്. അന്നൊന്നും രൂപപ്പെടാത്ത ഒരു ബുദ്ധിമുട്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ EK വിഭാഗത്തിൻ്റെ സുന്നി വിഭാഗത്തിൻ്റെ സമസ്തയുടെ തലപ്പത്തേക്ക് എത്തുന്ന സമയത്ത് രൂപപ്പെട്ടു വരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സമസ്തയ്ക്കൊരു സ്വതന്ത്ര അസ്തിത്വം ഉണ്ടാവുന്നു എന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമായിട്ടാണ് ലീഗ് കാണുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സുപ്രഭാതം പത്രത്തിലാണ് ചന്ദ്രികയേക്കാൾ സർക്കുലേഷൻ. അത് ലീഗിനെ സംബന്ധിച്ചുണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല. അപ്പോൾ
സ്വതന്ത്രമായ അസ്തിത്വം സമസ്തയ്ക്കുണ്ടാവുന്നു. സമസ്തയുടെ ആശയപ്രചരണമായിട്ടുള്ള സുപ്രഭാതത്തിന് ചന്ദ്രികയോളമോ ചന്ദ്രികയേക്കാളോ വലിയ സർക്കുലേഷൻ ഉണ്ടാവുന്നു. സ്വന്തമായി തീരുമാനങ്ങൾ ലീഗിനോട് കൂടിയാലോചിക്കാതെ മുസ്ലിം വിഷയങ്ങളിൽ എടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഇത് 1989 ശേഷം ലീഗും സമസ്തയും തമ്മിലുള്ള രസതന്ത്രത്തിൽ നിന്നുള്ള ഒരു വ്യത്യാസമായിട്ടാണ് പൊതുവെ കാണുന്നത്. ഇപ്പോൾ അതിലാണ് പല വിഷയങ്ങൾ. ഉദാഹരണത്തിന് നേരത്തെ അലിക്കുട്ടി മുസ്ലിയാർ കേരള പര്യടനത്തിൽ പങ്കെടുക്കാൻ പോകുന്ന വിഷയം, ആ വിഷയം വരുന്ന സമയത്ത് ലീഗിൻ്റെ എതിർപ്പുണ്ടായിരുന്നു, പക്ഷേ അവിടെ പോയി അല്ലേ. അതിനുശേഷം വഖഫിൻ്റെ വിഷയം വരുന്ന സമയത്ത് PSCക്ക് വിട്ടിരിക്കുന്നൊരു തീരുമാനം ലീഗ് ശക്തമായ എതിർപ്പ് ഉയർത്തുമ്പോഴും കോർഡിനേഷൻ കമ്മിറ്റിയിലുണ്ടായിരുന്ന 2 സുന്നി വിഭാഗങ്ങളുടെയും EK-AP വിഭാഗത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അപേക്ഷയെ മാനിച്ചുകൊണ്ട് അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് സർക്കാർ അത് പിൻവലിക്കുന്ന ഒരവസ്ഥയുണ്ടാവുന്നു. അപ്പോൾ അതും ലീഗുമായിട്ട് ചർച്ച ചെയ്യുന്നില്ല, സമസ്തയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നു. സിവിൽ കോഡുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സെമിനാറിൽ പങ്കെടുക്കാൻ പോകണമോ എന്ന ചോദ്യത്തിന് ലീഗിൻ്റെ അഭിപ്രായത്തെ മാനിക്കാതെ സമസ്ത പങ്കെടുക്കുന്ന അവസ്ഥയുണ്ടാവുന്നു. അങ്ങനെ വ്യത്യസ്ത വിഷയങ്ങളിൽ ലീഗിൻ്റെ അഭിപ്രായത്തിനും അപ്പുറം സ്വതന്ത്രമായ തീരുമാനമെടുക്കുന്ന ഒരു സംഘടന എന്ന രീതിയിലേക്ക് സമസ്ത മാറുന്നു എന്നുള്ളത് തീർച്ചയായും ലീഗിനെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. ഇതാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത്. ഇനി ആശയപരമായ ഭിന്നിപ്പ് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ വിശേഷിപ്പിച്ചതുപോലെ മുജാഹിദ് വിഭാഗം ഒരു ഭാഗത്ത് പ്യൂരിറ്റൻ ഇസ്ലാമിൻ്റെ ഒരു ആശയവുമായിട്ട് ഈ സലഫി മുജാഹിദ് വിഭാഗവും മറുഭാഗത്ത് മൗദൂദിയൻ ആശയങ്ങളും ഈ ലീഗുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ എന്നൊരു വലിയ ഒരു സംശയം സമസ്തയ്ക്കുള്ളിൽ ഒരു വിഭാഗത്തിന് രൂപപ്പെട്ട് വരുന്നുണ്ട്. കാരണം സമസ്തയ്ക്ക് ഒരു കാരണവശാലും ചേർന്ന് പോകാൻ പറ്റാത്ത 2 ആശയങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന മൗദൂദിയൻ ആശയവും മറുഭാഗത്ത് പ്യൂരിറ്റൻ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സലഫി മുജാഹിദ് ആശയങ്ങളും. നോക്കൂ, തിരൂരങ്ങാടിയിൽ കാൻഡിഡേറ്റായിട്ട് KP മജീദ് വരുന്ന സമയം, അതേപോലെ ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് PMA സലാം വരുന്നു. ഇത് രണ്ടും സമസ്തയെ സംബന്ധിച്ച് വലിയ അത്ഭുതമുണ്ടാക്കിയ സംഭവമാണ്. ഒന്ന്, ആരാണ് വരുന്നത്? PMA സലാം. PMA സലാം എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? സേട്ടു സാഹിബിൻ്റെ കൂടെ പോയിട്ട് തിരികെ വരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി മുജാഹിദിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നു എന്നുള്ളത് മുജാഹിദിനുകളെ ആ അർത്ഥത്തിൽ ആശയപരമായി അംഗീകരിക്കുന്നതിൽ താത്വികമായി ബുദ്ധിമുട്ടുള്ള സമസ്തയെ സംബന്ധിച്ചോളം വലിയ ബുദ്ധിമുട്ടാണ് സാമുദായികമായി ദഹിക്കുക എന്നുള്ളത്. അതിനേക്കാൾ വിയോജിപ്പുള്ള ഈ മൗദൂദിസ്റ്റുകളുമായിട്ട് ജമാഅത്തുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഒരുമിച്ച് പോകാൻ അവർ കണക്കാക്കുന്നത് സമസ്ത നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ അന്ധവിശ്വാസികളാണ് എന്നാണ്. യഥാർത്ഥ ഇസ്ലാം മത വിശ്വാസികളല്ല എന്നാണ്. ഖബറുമായി ബന്ധപ്പെട്ട ബഹുദൈവാരാധനകളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നവരാണെന്നാണ്. അങ്ങനെ വ്യത്യസ്ത ആശയധാരകളിൽ മൗദൂദിസ്റ്റുകളും ഈ പറയുന്ന സമസ്തയും തമ്മിൽ ചേർന്ന് പോകുന്നില്ല. അവിടെയാണ് ലീഗ് ജമാഅത്തെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നു, അതേപോലെ മുജാഹിദുകളെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ കൊയിലേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ആ പൊളിറ്റിക്കൽ കൊയിലേഷനോട് യഥാർത്ഥത്തിൽ സമസ്തയ്ക്ക് ആശയപരമായി വിയോജിപ്പുണ്ട്. അത് സമസ്ത പ്രകടിപ്പിക്കുകയും ചെയ്യും. അത് ജുഫ്രി മുത്തുക്കോയ തങ്ങൾ വളരെ സൗമ്യമായി പ്രകടിപ്പിക്കുന്നു. ഉമർ ഫൈസി മുക്കം അത് രാഷ്ട്രീയമായ ഒരു പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് പ്രകടിപ്പിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, ഈ ചേരുകളിൽ വന്നിരിക്കുന്ന ആളുകളുടെ പേരുകൾ ലീഗ് വിരുദ്ധപക്ഷത്ത് നിൽക്കുന്നത് ഉമർ ഫൈസി മുക്കം ഒറ്റയ്ക്കല്ല. ഹമീർ ഫൈസി അമ്പലക്കടവുണ്ട്, സത്താർ പന്തല്ലൂരുണ്ട്, മുസ്തഫ മുണ്ടുപാറയുണ്ട്. പക്ഷേ ഈ മുസ്തഫ മുണ്ടുപാറ മുൻപം വിഷയത്തിൽ കുറച്ചുകൂടി കടുത്ത നിലപാടെടുത്തു കേട്ടോ. ഇനി ലീഗ് അനുകൂല ഭാഗത്ത് നിൽക്കുന്നതോ അബ്ദുൽ സമദ് പൂക്കോട്ടൂരുണ്ട്, നാസർ ഫൈസി കൂടത്തായിയുണ്ട്, ഇനി ബദ്വിയുണ്ട്, നമ്മൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ബഹാവുദ്ദീൻ നദ്വിയുണ്ട്. ഈ ബഹാവുദ്ദീൻ നദ്വിയെക്കുറിച്ചും സമസ്തയ്ക്കുള്ളിൽ ചില ആശയങ്ങൾ, ചില ആളുകൾക്കുള്ള സംശയം ഇദ്ദേഹം മൗദൂദിസ്റ്റ് ആശയങ്ങളുമായി കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ആശയങ്ങൾ എന്ന് പറയുമ്പോഴേ ഇത് പുരോഗമനാശയവും പിന്തിരിപ്പനാശയവും തമ്മിലുള്ള സംഘടനമല്ല കേട്ടോ. ഏതാ ഇതിനകത്ത് നടക്കുന്നത്, സമസ്തയിൽ നടക്കുന്നത് അങ്ങനെയല്ല. അങ്ങനെയല്ല. എങ്ങനെയാണ് ഒരു മൗദൂദിസ്റ്റ് ആശയത്തെ സമസ്തയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുക? ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ. അത് പറ്റില്ല. പക്ഷേ പുരോഗമനാശയവും പിന്തിരിപ്പനാശയവും തമ്മിൽ തർക്കമല്ല നടക്കുന്നത്. ഉമർ ഫൈസി മുക്കം എന്താണ് പറഞ്ഞത്? പറഞ്ഞു തീർക്കട്ടെ. നേരത്തെ സ്മൃതി പറഞ്ഞതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. അവിടെ ഉമർ ഫൈസി മുക്കം CPM-ന്റെ ഏജന്റായിട്ടല്ല സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ആശയപരമായ വിയോജിപ്പിനെ ജഫ്രി മുത്തുക്കോയ തങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ജഫ്രി മുത്തുക്കോയ തങ്ങൾ ആശയപരമായി വിയോജിച്ച് നിൽക്കുകയാണ് മുജാഹിദ് വിഭാഗവുമായിട്ട്. ജഫ്രി മുത്തുക്കോയ തങ്ങൾ ആശയപരമായി വിയോജിച്ച് നിൽക്കുകയാണ് ജമാഅത്തെയുമായിട്ട്. പക്ഷേ ജഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരു പണ്ഡിതൻ എന്ന നിലയിലും സംഘടനയുടെ അധ്യക്ഷൻ എന്ന നിലയിലും വളരെ സൗമ്യമായിട്ടാണ് ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് PMA സലാം ഒറ്റ ഫോൺ കോളിൽ മുഖ്യമന്ത്രിയെ വിളിച്ചാൽ പറ്റുന്ന ആളെന്ന് ജഫ്രി മുത്തുക്കോയ തങ്ങളെ വിമർശിച്ചത്. ജഫ്രി മുത്തുക്കോയ തങ്ങളെ എത്ര പേർ വിമർശിച്ചു? ഈ സംഘടനയിലെ ചെറുപ്പക്കാർ വന്ന് വിമർശിച്ചില്ലേ? അവിടെല്ലാം ജഫ്രി മുത്തുക്കോയ തങ്ങൾ സൗമ്യമായിട്ടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചു
വിയോജിച്ചിട്ടുണ്ട് ആ ഘട്ടങ്ങളിലെല്ലാം. പക്ഷേ ഉമർ ഫൈസി മുഖം അങ്ങനെയല്ല, കുറച്ചുകൂടി തീവ്രമായി. അതാണ് ഞാൻ പറഞ്ഞത്, ഇടതുപക്ഷത്തിൻ്റെ ചേരിയിൽ എന്ന വണ്ണമാണ് ഉമർ ഫൈസി മുഖം അത് പ്രതികരിക്കുക. അവിടെയാണ് ഉമർ ഫൈസി മുഖത്തിൻ്റെ പ്രതികരണം മുഷാവറയിൽ കള്ളന്മാർ എന്നുള്ള പ്രയോഗം ഉണ്ടാവുന്നതും അത് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നു, എന്നെ കൂടി ആ കള്ളന്മാരുടെ പരിധിയിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാനതല്ല വിശദീകരിക്കാൻ ശ്രമിച്ചെന്ന് പറയുമ്പോൾ ആ പ്രസ്താവനയിൽ വിയോജിച്ചുകൊണ്ടാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് രാഷ്ട്രീയപരമായൊരു വിയോജിപ്പുണ്ട്. ആ രാഷ്ട്രീയപരമായ വിയോജിപ്പ് ഉമർ ഫൈസി മുഖമടക്കമുള്ളവർ ഒരു സ്വതന്ത്ര അസ്തിത്വം സമസ്തയ്ക്ക് ഉണ്ടാവണമെന്ന് വാദിക്കുന്നു. ലീഗിന്റെ പിടിയിൽ നിന്ന് സമസ്തയെ മോചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അത് രാഷ്ട്രീയമായിട്ടുള്ളൊരു ആശയമാണ്. എന്നാൽ അതേ എന്ത് ആശയമായാലും സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നതാണ് ഇവരുടെ പൊതുവ ആശയം. സമസ്തയുടെയാണോ? അല്ലല്ല, ഉമർ ഫൈസി മുക്കം എനിക്ക് നൽകിയ അഭിമുഖത്തിലല്ലേ പറഞ്ഞത്, തട്ടമിടാത്ത സ്ത്രീകൾ മോശപ്പെട്ടവരാണ് എന്ന് പറഞ്ഞത്. താലിബാൻ വിസ്മയം എന്ന് പറയുന്നത് ഞാൻ അതിനോട് യോജിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഇതിൽ പുരോഗമന ആശയം ഇല്ല എന്നുള്ള അതാണ് ഞാൻ വാദിക്കുന്നത്. മറ്റിടത്തുണ്ട്, ഞാൻ അത് സമ്മതിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ പുരോഗമനാശയം തമ്മിലുള്ള തർക്കമല്ല നടക്കുന്നത്. ആശയപരമായി നിങ്ങൾക്ക് പ്യൂരിറ്റൻ ഇസ്ലാമുമായിട്ടും പൊളിറ്റിക്കൽ ഇസ്ലാമുമായിട്ടും സമസ്തയ്ക്ക് കോംപ്രമൈസ് ചെയ്യുക സാധ്യമല്ല. സമസ്ത എടുത്തിരിക്കുന്ന EK വിഭാഗം സമസ്ത എടുത്തിരിക്കുന്ന നിലപാട് ആ അർത്ഥത്തിൽ വളരെ വളരെ വ്യക്തമായ നിലപാടാണ്. ആ നിലപാടാണ് ലീഗിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയമായി നമ്മളെല്ലാം അംഗീകരിക്കുന്നതും. ലീഗിൻ്റെ രാഷ്ട്രീയത്തെ ആ രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കുന്ന ഘട്ടത്തിലാണ്. അവിടെ ഏതെങ്കിലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നിങ്ങൾ മൗദൂദിസ്റ്റുകളുമായിട്ടും മുജാഹിദുകളുമായിട്ടുമുള്ള കോംപ്രമൈസ് എന്നുള്ളത് സമസ്തയിലെ EK വിഭാഗത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു പ്രോഗ്രാമിലെ വൈറസ് എങ്ങനെ കയറുന്നോ അതേപോലെ ചില ഘടകങ്ങൾ ഈ സമസ്തയിലെ ഒരു പ്രോഗ്രാമിംഗ് നിശ്ചയിച്ചു തുടങ്ങിയിരിക്കുന്നു. അവിടെയാണ് ചില ആളുകളെ മൗദൂദിസ്റ്റുകളുടെ ഏജന്റായിട്ട് ചില ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടോ അവരെ തിരിച്ചറിയണം. അവരെ ചിലർ വിശേഷിപ്പിക്കുന്നത് മൗദൂദിസ്റ്റ് ചാരന്മാരെന്നാണ് കേട്ടോ. ഈ സമസ്തയ്ക്കുള്ളിൽ തന്നെ വിശേഷിപ്പിക്കുന്നത് ചില മൗദൂദിസ്റ്റ് ചാരന്മാരുണ്ട്. അവരുടെ ഉദ്ദേശം എന്താ? അതാണ് ഖാസി വിഷയം ചെറുതായിട്ട് വന്നതാണോ നിങ്ങൾ കരുതിയത്? ഖാസി വിഷയത്തിൻ്റെ പ്രശ്നം എന്താ? ഈ ആരാധനാലയങ്ങളുടെ ഈ ഖാസി സ്ഥാനം പാണക്കാട് തങ്ങളിലേക്ക് പോകുമ്പോൾ തങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതല്ല ഭയം. ഭാവിയിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ആരിലേക്ക് പോകുന്നു? ഇത് മുജാഹിദുകളിലേക്കും മൗദൂദിസ്റ്റുകളിലേക്കും പോകാൻ പോകുന്നു. അങ്ങനെ കാലങ്ങളായി തങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന ഒരു സംവിധാനത്തെ തദ്ദേശീയമായ സംസ്കാരവുമായി ചേർന്നുകൊണ്ടുള്ള ഇസ്ലാമിസം ഉണ്ടല്ലോ, ആ ഇസ്ലാമിസമാണ്. അപ്പം അതിനകത്ത് വേറെ കാര്യമുണ്ട് കേട്ടോ സ്മൃതി. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ എല്ലാ ആളുകളെയും മുജാഹിദുകളെയും അതേപോലെ തന്നെ ജമായത്തുകളെയും സുന്നികളെയും ഒക്കെ ചേർത്തുകൊണ്ട് മുസ്ലിം സമുദായത്തെ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരായിട്ട് ഒറ്റക്കെട്ടാക്കി നിലനിർത്താനൊരു ശ്രമമുണ്ടെങ്കിൽ പിന്നെ കമ്മ്യൂണിസ്റ്റുകളുമായിട്ട് എന്തുകൊണ്ട് യോജിച്ചുകൂടാ ചോദ്യമാണ് ഉണ്ടാവുന്നത്. അതാണ് ചോദ്യം. കാരണം അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളല്ലേ ഏറ്റവും നന്നായിട്ട് സംഘപരിവാറിനെ ഫൈറ്റ് ചെയ്യുന്നത്. അവരുമായിട്ട് യോജിച്ചുകൂടെ എന്നുള്ളതാണ് ഈ വിഭാഗത്തിന്റെ ചോദ്യം, പൊളിറ്റിക്കലായ ചോദ്യം. നദ്വി ചോദിക്കുന്ന ചോദ്യം എന്താ? അവിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകളുമായിട്ട് ഒരിക്കലും ഞങ്ങൾക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ലെന്നാ. പക്ഷെ നദ്വിയുടെ ആശയങ്ങളെ സംശയത്തോടെ കാണുന്നവർ പറയുന്നത് എന്താ? മൗദൂദിസ്റ്റ് ആശയങ്ങളുമായി ഞങ്ങൾക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റില്ല. അതായത് കമ്മ്യൂണിസ്റ്റുകൾ യഥാർത്ഥത്തിൽ മതവിരോധികളാണെന്ന് ഞങ്ങൾക്കറിയാം, അത് പ്രത്യക്ഷമാണ്. എന്നാൽ വഹാബിസം അതിനേക്കാളും അപകടമാണ് എന്നാണ് ആ വിഭാഗം എടുക്കുന്നത്. പിന്നെ സ്മൃതി പറഞ്ഞൊരു പ്രശ്നമുണ്ട്. ശരിയാണ്, ഈ പറയുന്ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്ന് പറയുന്ന ഒരു വിഷയം അതിനകത്തുള്ളത്. ഇതിനകത്ത് രണ്ട് വിഭാഗങ്ങളുണ്ട് സ്മൃതി. അതായത് ഒരു വിഭാഗം എന്താണെന്നറിയോ, അവരുടെ സ്ത്രീകളെ സ്വതന്ത്രമായിട്ട് വിടും, അവരെ പഠിപ്പിക്കും, അവർക്ക് നന്നായിട്ട് പിന്നെ സമൂഹത്തിൽ പെരുമാറാൻ അവസരം കൊടുക്കും. പക്ഷേ അന്യമതത്തോട് വളരെ ഒട്ടും തന്നെ പീസ്ഫുള്ളായ ആറ്റിറ്റ്യൂഡല്ല. നേരെ മറിച്ച് മറ്റേ വിഭാഗം ഉണ്ടല്ലോ, അവരുടെ സ്ത്രീകൾക്ക് നേരെയൊക്കെ വളരെ പിന്നോക്കമായിട്ടുള്ള പിന്തിരിപ്പനായിട്ടുള്ള ആശയങ്ങളൊക്കെയാണ് കാണിക്കുന്നതെങ്കിലും അന്യമത സൗഹൃദം എന്ന് പറയുന്നത് ഒരു ആശയമായി കൊണ്ട് നടക്കുന്നവരുമാണ്. രണ്ടിടത്തും ഈ പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ വളരെ പിന്തിരിപ്പനായ ഒരു ആശയം മുസ്ലിം ലീഗ് പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് കടന്നു കയറി അതിൻ്റെ ആശയത്തെ അതിൻ്റെ ഐഡിയോളജിയെ അതിൻ്റെ പ്രോഗ്രാമിന് നിശ്ചയിക്കുന്നുണ്ട് എങ്കിൽ, അതിനൊരു സാഹചര്യം ലീഗ് അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എങ്കിൽ, അതിനകത്ത് താല്പര്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ഉയർന്നു വന്ന് അതിന് വഴിയൊരുക്കുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിന് നല്ലതല്ല. സോഷ്യൽ ഫാബ്രിക്കിന് നല്ലതല്ല എന്നുള്ളതാണ് ലീഗിലെ ഇന്നത്തെ യോഗത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ആ മുനമ്പം വിഷയത്തിൽ അത്തരം നിലപാട് പരസ്യമായി പറഞ്ഞ രണ്ട് നേതാക്കൾക്കും കൃത്യമായ താക്കീത് ലീഗ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അതെ. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ സ്മൃതിയോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത്, ഏതെങ്കിലും തരത്തിൽ SDP വിമർശിച്ചാലോ ജമാഅത്തെ വിമർശിച്ചാലോ അത് ഒരു ന്യൂനപക്ഷ വിരോധമാണ് അല്ലെങ്കിൽ ഭൂരിപക്ഷ പ്രീണനമാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. അത് CPM എല്ലാ കാലത്തും അത് ചെയ്തിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ വെൽഫെയർ പാർട്ടിയുമായി അഥവാ ജമാഅത്തെയുമായിട്ട് പല തലങ്ങളിലും ആശയപരമായിട്ട് വിയോജിക്കുമ്പോൾ പോലും രാഷ്ട്രീയമായിട്ട് അവർ ബന്ധപ്പെട്ടിരുന്നു. ഇപ്പോൾ SDP-യുമായിട്ട് ഒരു ഘട്ടത്തിലും CPM ആ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയമായ ആശയം പങ്കുവച്ചിരുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് SDP-യുടെ രാഷ്ട്രീയത്തോട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയത്തോട് വിയോജിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ന്യൂനപക്ഷ വിരോധം എന്നല്ല, അത് ഭൂരിപക്ഷ പ്രീണനം എന്നുമല്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഭൂരിപക്ഷ രാഷ്ട്രീയത്തിന്റെ
അല്ല ഞാൻ പറയട്ടെ, ഞാൻ എന്താ ഉദ്ദേശിച്ചത്, ആവശ്യമില്ലാതെ SDP ഇല്ലാത്ത വലിപ്പം ചൂണ്ടിക്കാണിക്കുകയും SDP യുടെ വോട്ട് കൊണ്ട് ജയിച്ചു എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്യുമ്പോൾ അവർക്കില്ലാത്ത പ്രാധാന്യം കൊടുക്കുകയാണ് എന്നുള്ളതാണ്. ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്, SDP പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്, എന്നുള്ള വേറെ കാര്യം. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം എന്താണ്? ആശയം ഇപ്പോഴും അന്നും ഇന്നും ഒക്കെ ഒരേ ആശയം തന്നെയാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടെടുത്തത് അല്ല, എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചത്? പിന്നെ അല്ല, എന്തിനാണ് പിന്തുണ സ്വീകരിക്കുമ്പോഴും ഇപ്പോഴും ഒരേ നിലപാട് ജമാഅത്തെ ഇസ്ലാമിയുടെ? ഏത് ഘട്ടത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു രാഷ്ട്രീയ ബന്ധവും ഞങ്ങൾക്കില്ല എന്ന് CPM SDP വന്നപ്പോഴോ? SDP വന്നപ്പോൾ മതരാഷ്ട്രം എന്നുള്ള ആശയം എപ്പോൾ വരുന്നു? നിങ്ങൾ ബാബറി മസ്ജിദിന് ശേഷം ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ മൗദൂദിസ്റ്റ് രാഷ്ട്രീയവുമായി ഒരു തരത്തിലുള്ള സഖ്യത്തിനും CPM ഇടതുപക്ഷമോ തയ്യാറല്ല, SDP തയ്യാറല്ല എന്ന നിലപാട് ഇടതുപക്ഷം എടുക്കുന്നതിന് ഒരു രാഷ്ട്രീയ അർത്ഥമുണ്ട്. അതെന്താ കോൺഗ്രസിന് ഇല്ലാതെ പോകുന്നത്, UDF ഇല്ലാതെ പോകുന്നത്? ആയിക്കോട്ടെ, അതാണ് ചോദ്യം. ഭിന്നിപ്പ് മൂർച്ഛിച്ചോ എന്നാണ് ചോദ്യം. യെസ് എന്നാണ് 3 പേരുടെ അഭിപ്രായം. Meet the editors.